അതേ നിക്കണു ദേ പിടിച്ചോണ്ടോ. അതെ, പശുവിനെ പിടിച്ചെനിക്ക് വലിയ പരിചയമില്ല. വല്ല പന്നി പോത്താണെങ്കിൽ ഒരു കൈ നോക്കാം. താൻ അതിലെ വാ, ഞാനിതിലെ വരാം. സാമി ഇതിലേ പോ, ഞാൻ ഇതിലേ വരാം. എന്തെങ്കിലും ചെയ്യും. വാടി. അയ്യോ സ്വാമി, പശു സ്വാമി പശു അയ്യോ ദേ വട്ടപ്പള്ളി, ഓടി വായോ വട്ടപ്പള്ളി, ഓടിന് വീടിന് വീട്, ഓടി വായോ എല്ലാരും ഒന്ന് ഓടി വന്നേ, വേഗം വാ. ദേ വട്ടപ്പള്ളി വീട് കിടക്കുന്നേ, ഓടി വാ. എല്ലാരും നോക്കിക്കാതെ പൊക്കിയെടുത്തേ. സ്വാമി ആള് വടിയാ ഇന്ന് തോന്നുന്നു. തന്റെ കരുനാക്ക് വളച്ചൊന്നും പറയാടോ പുല്ല്. അമ്മേ ഭഗവതി കാത്തുരക്ഷിക്കണേ. ആ വട്ടപ്പള്ളിയുടെ ജീവൻ അപകടമൊന്നും വരുത്തരുത്. അറിഞ്ഞോ, വട്ടപ്പള്ളിക്ക് ബോധം തെളിഞ്ഞു. ബോധം തെളിഞ്ഞപ്പോ വട്ടപ്പള്ളി സത്യം പറഞ്ഞു. വെറുതെ വീണതല്ല, മനഃപൂർവ്വം ഉരുട്ടിട്ട് കൊല്ലാൻ ശ്രമിച്ചതാണെന്ന്. ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയാല് നേരെ ഇങ്ങോട്ടാണ് വരിക, പകരം വീട്ടാൻ. അയ്യോ, അപ്പൊ വട്ടപ്പള്ളി കണ്ടല്ലേ? പിന്നെ വീണ വഴിക്ക് വട്ടപ്പള്ളി ഒന്ന് തിരിഞ്ഞു നോക്കി. അപ്പം നിക്കണ് ഇരുമ്പ് ജോണേ, ഇരുമ്പ് ജോൺ. അവനാ വട്ടപ്പള്ളിയെ തട്ടിയിട്ടത്. അവനത് ചെയ്യും സ്വാമി. കാലത്തെ അവന്മാര് തമ്മിലുള്ള വഴക്ക് കണ്ടപ്പോ എനിക്ക് തോന്നിയതാ, മൂളിന്ന് അവനെ താഴെ ഉരുട്ടിട്ട് കൊല്ലൂന്ന്. സ്വാമിക്ക് തോന്നിയില്ലേ? എന്തായാലും കുറച്ച് ആരെങ്കിലും ആ ശൈത്തൻ ആശുപത്രി കിടക്കും. അതുവരെങ്കിലും മനുഷ്യൻ സമാധാനിച്ച് കഴിയാലോ. അപ്പോ ഞാൻ പോണ സ്വാമി. അതെ, നമ്മളാ ഇതിവിടെ തരാൻ മറന്നു ചുരിദാർ. അപ്പോ ഞാൻ പോണ സ്വാമി. നമ്മളാ സ്വാമിയേ, ഇത് വലിയ ശല്യായില്ലോ. താൻ കുറെ നേരം സ്വാമി സ്വാമി എന്ന് പറഞ്ഞു വിളിക്കണേ. ശബരിമലയ്ക്ക് കൊണ്ടാ? അല്ല, സ്വാമിക്ക് എന്തിനാ ചുരിദാർ? സ്വാമിക്ക് ഒരു ചുരിദാർ നേർച്ചയുണ്ട്. എന്നാ പിന്നെ അത് പറഞ്ഞാ പോരെ. ഞാൻ പോണ സ്വാമി. ഓട്ടോ ആ സ്വാമി. എന്നിട്ട് പശുവിന്റെ താനിതാ പിശാചിനോട് കൊടുക്കണോ? ദൈവമേ, സ്വാമി എന്നെ വിളിച്ചാ പോടോ. ഞാൻ സത്യം തുറന്നു പറയൂട്ടോ. ആദ്യമായിട്ട് എന്റെ കൈകൊണ്ട് ഞാനൊരു വസ്ത്രം മേടിച്ചു കൊടുത്തത് ഈ കോളനിയിൽ ഏതൊരു വൃത്തികെട്ട പെണ്ണിനായി പോയല്ലോ എന്റെ അമ്മ. എങ്ങനെയുണ്ട്? ഇതെന്താ ഇതെന്താ പെണ്ണ നീ ഇതിട്ടുണ്ട് ഇവിടെ തിരിയുന്നത്? പിന്നെ സ്വാമി മേടിച്ചു കൊടുത്തു വിട്ടതല്ലേ? ഞാനോ? നിനക്കോ? അയാൾ വിട്ടത് ഊരാൻ ഊരാൻ ഊരടി. അയ്യേ, ഇവിടെ വെച്ചാണ് ഊരുന്നത്. താഴെങ്ങനെ പോയി ഊരിക്കൊണ്ട് പോവണേ, നാണമില്ലാത്ത ജന്തു. ഹായ്, അളവെടുത്ത് തയ്ച്ച പോലുണ്ടല്ലോ. സ്വാമി എപ്പോഴാ അളവെടുത്തത്? താനീ പെണ്ണാണോ കൊണ്ട് കൊടുത്തത്? സ്വാമി അല്ലേ പറഞ്ഞത് പിശാചിനെ കൊണ്ട് കൊടുക്കാം? ആ പിശാചല്ല, മറ്റേ പിശാചിനെ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞേ. ഏത്? ഓ, പശു കടിച്ച പിശാചി. അല്ലേ, ഇത് എന്തൊരു ഇടപാടാ? എന്റെ മോക്ക് സ്വാമി ഇഷ്ടപ്പെട്ടൊരു ഉടുപ്പ് വാങ്ങിച്ചു കൊടുത്തേച്ചാ അതിപ്പോ തിരിച്ചു വാങ്ങിക്കാൻ പോന്നോ? എടി ഉണ്ണി, നീ എങ്ങും തിരിച്ചു കൊടുക്കണ്ടടി. അവർക്ക് വേണേ വേറെ വാങ്ങിച്ചു കൊടുക്കട്ടെ. ഇതാ ഇപ്പൊ കൂത്തായി പോയത്. ഇഷ്ടപ്പെട്ട് മേടിച്ചതെന്നല്ലാന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ ഇതൊരു പ്രതിഫലമായിട്ട് കൂട്ടിക്കോളാം. പ്രതിഫലമോ? എന്താ പ്രതിഫലം? വട്ടപ്പള്ളി ഉരുട്ടിയിട്ടതും കൊല്ലാൻ നോക്കിയതും ഞാൻ ആരോടും പറയാഞ്ഞതിന്. എന്താ, ഉടുപ്പ് തിരിച്ചു വേണം? വേണ്ട വേണ്ട, എടുത്തോ. മിസ്റ്റർ കെ കെ ജോസഫേ, താൻ ഇങ്ങോട്ടൊന്ന് വന്നേ. എന്താ സ്വാമി? താനെന്നെ തെണ്ടിച്ച് അടങ്ങുള്ളല്ലേ? ആ പെണ്ണ് പറഞ്ഞു കേട്ടില്ലേ,
ഇനി അവൾ അതും വെച്ചോണ്ട് എന്തൊക്കെ ചെയ്യാമെന്ന് ആർക്കറിയാം. ഒരു ചുരിദാരം വെച്ചോണ്ട് അവളെ എന്ത് ചെയ്യാൻ? എന്റെ ദൈവമേ, ഇനി ചുരിദാറും ചോദിച്ചോണ്ട് വേറെത്തി വരുമല്ലോ. അവരോട് ഞാൻ എന്ത് സമാധാനം പറയും? വന്നു, അവര് വന്നു. താൻ ചെന്ന് കഥ തുറക്കയോ, അവരെ പറഞ്ഞു വിടുകയോ, അവര് തരുന്ന എന്താണെന്ന് വെച്ചാൽ താൻ വാങ്ങിച്ചോ. എനിക്ക് വയ്യ. സ്വാമി, എനിക്ക് ഒറ്റയ്ക്ക് പറ്റില്ല. അയ്യേ ഉമ്മ, എന്താ ഞാൻ തുണിയിലാണ് നിൽക്കണത്? അയ്യെന്ന് വെക്കാൻ നീ എന്താണ് മാറിക്കിടാണ്ട്? ആ മോനെ, എന്റെ മോനെ എവിടെ? മോനെ, അതെന്റെ മോനെ. മോൻ മറന്ന ഉമ്മാക്ക് കഥ പറഞ്ഞു തരാന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ കഥ പറയാൻ പറ്റിയ സമയ. സ്വാമി, ആ മറ്റേ കഥ ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഉമ്മ അതൊന്ന് കേട്ടിട്ട് പോട്ടെ. നീ പോടാ അവിടുന്ന്. എന്റെ മോന്റെ അടുത്തുനിന്ന് കഥ കേൾക്കാനേ നിന്റെ ശുപാർശ ഒന്നും എനിക്ക് വേണ്ടണം. ഉമ്മ, ഈ കഥയൊക്കെ പറയണമെങ്കിൽ അത് കേൾക്കാൻ കുറെ ആൾക്കാരൊക്കെ വേണ്ടേ? ആളുകൾക്ക് പഞ്ഞം. ഈ കോളനിയിൽ ഞാൻ വിളിച്ചാ വരുന്നവരുണ്ട് കുട്ടികള്. ഈ കോളനിയുടെ മുഴുവൻ കുട്ടികളെ ഉമ്മ ഇപ്പൊ വിളിച്ചോണ്ട് വരാം. എടാ മക്കളെ, വാ കഥ കേൾക്കാം, വാ. എന്റെ സ്വാമി, സ്വാമി എന്താ ഇവിടെ കഥാപ്രസംഗം നടത്താൻ പോവാ? എടോ ബുദ്ധിയില്ലാത്തവനെ, കെ ജോസഫേ, എന്താ? എല്ലാം കുട്ടികളിൽ നല്ലേ തുടങ്ങുന്നത്. നമുക്കും കുട്ടികളിൽ നിന്ന് തുടങ്ങാവിടോ. പോലീസ്. എന്താ നിങ്ങളോട് ചെയ്യുന്നത്? ഞങ്ങൾക്കിവിടെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യങ്ങൾ വളരെ കുറവാണ്. അതുണ്ടാക്കുകയാണ്. ഇവിടെയാണോ അതൊക്കെ ഉണ്ടാക്കണത്? കേരള വണ്ടിയിലേക്ക്. എന്താ അതിനകത്ത് അതിനുള്ള സൗകര്യം ഉണ്ടാവോ? നിർത്തണം. നിങ്ങളിതൊക്കെ ഉണ്ടാക്കേണ്ടത് നിങ്ങളുടെ കോളനിയിലാണ്, അല്ലാണ്ട് വല്ലവരുടെ സ്ഥലത്തല്ല. വല്ലവരുടെ സ്ഥലം? അതെ, ഇത് കൽക്കട്ട കമ്പനി വക സ്ഥലമാണ്. ഇത് കയ്യേറിയതിന് നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുക. എന്താ എന്താ നമ്മുടെ സ്വാമിയെ പോലീസ് പിടിച്ചോണ്ട് പോണോ? അയ്യോ, എന്തിന്? ആ കമ്പനിക്കാരുടെ സ്ഥലം കയ്യേറിയെന്നും പറഞ്ഞ്. അവന്മാരെ അസുഖായോ? വരില്ല, നടക്കി. റാവുത്തണ്ണ, റാവുത്തണ്ണ, നമ്മുടെ സ്വാമിയെ പോലീസ് പിടിച്ചോണ്ട് പോയി. ഞമ്മക്ക് കക്കൂസ് കെട്ടാൻ പോയതാണ് സ്വാമി. എന്നിട്ട് കമ്പനിക്കാരുടെ സ്ഥലം കയ്യേറിയെന്ന് പറഞ്ഞ് പോലീസും കൊണ്ട് പിടിപ്പിച്ചിരിക്കുന്നു. വല്ലവരുടെ സ്ഥലത്ത് നിന്ന് കയറാൻ അവനോട് ആരാ പറഞ്ഞത്? ആവശ്യമില്ലാത്ത പണിക്ക് പോയിട്ടല്ലേ? 2 ദിവസത്തോടെ കിടക്കട്ടെ. സാർ അന്നേ പറഞ്ഞ ഈ വെണ്ടയ്ക്കയും മുരിങ്ങയ്ക്കയും സാമ്പാറൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ഒന്നും ഈ പണിക്ക് കൊള്ളില്ലെന്ന്. അന്ന് ഞാൻ പറഞ്ഞിട്ടാ തന്നെ അപ്പോയിന്റ് ചെയ്ത്. അതപ്പ കുഴപ്പമായേ. അതിന് സ്വാമി ഇപ്പൊ എന്ത് കുഴപ്പമുണ്ടാക്കിന്ന? പിന്നെ കുഴപ്പമില്ലാണ്ട് കോളനി എന്ന് പറയുന്ന കുട്ടികളും കുട്ടികളൊന്ന് കമ്പനിയുടെ സ്ഥലം കയ്യേറുക, എന്നിട്ട് ഇയാളെ പോലീസിനെ വിളിച്ചറിച്ച് അറസ്റ്റ് ചെയ്യിക്കുക. ആ കോളനിക്കാരങ്ങനെ ഇളകി ഒരു ലഹളയ്ക്ക് വന്നിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി? അങ്ങനെ വന്നിരുന്നുവെങ്കിൽ ഞാൻ പറയുമായിരുന്നു ആ കോളനി നമുക്ക് ഒരിക്കലും ഒഴിപ്പിച്ചെടുക്കാൻ പറ്റില്ല എന്ന്. പക്ഷെ ഇപ്പൊ ഞാൻ പറയുന്നു, 6 മാസമൊന്നും വേണ്ട, 6 ദിവസം 6 ദിവസം മതി ആ കോളനി ഒഴിപ്പിച്ചെടുക്കാനുള്ള വഴി ഞാൻ ഉണ്ടാക്കി തരും. ഇന്നത്തെ ഈ സംഭവത്തോടെ എനിക്കൊരു കാര്യം മനസ്സിലായി. നമ്മുടെ സ്ഥലത്ത് നമ്മൾ എന്ത് പണി ചെയ്താലും അതൊന്നും ചോദിക്കാൻ അവിടുന്ന് ഒരുത്തനും വരില്ല എന്ന്. ആ മാർഗം ഉപയോഗിച്ച് തന്നെയായിരിക്കണം നമ്മൾ അവരെ കുടിയൊഴിപ്പിക്കേണ്ടത്. ഇനി എത്രയും പെട്ടെന്ന് നമ്മൾ നമ്മുടെ സ്ഥലത്ത് പണി തുടങ്ങണം. മണ്ണ് നിരപ്പാക്കി പൈലിംഗ് ആരംഭിക്കണം. പൈലിംഗ് എന്ന് പറഞ്ഞാൽ ഭൂമി കുലുങ്ങുന്ന തരത്തിലുള്ള പൈലിംഗ്. ഭൂമിയിലിടിക്കുന്ന ഓരോ ഇടിക്കും ആ കോളനി വിറയ്ക്കണം, കോളനിക്കാർ നടുങ്ങണം. അങ്ങനെ അവർ ഒഴിഞ്ഞു പോകാമെന്ന് സമ്മതിക്കുന്നത് വരെ നമ്മൾ പൈലിംഗ് തുടരണം. പിന്നെ സാറ് നോക്കിക്കോ, റാവുത്തരും ജോണും ഷാങ്കും ഒക്കെ പത്തി മടക്കി നമ്മുടെ അടുത്ത് വരും. വരും സാർ, ഞാൻ വരുത്തും. എന്റെ സ്വാമി സമ്മതിച്ചു, സമ്മതിച്ചു. ഇത്രയും കാലമായിട്ട് ഇവിടെ ഒരാളുടെ തലയിലും ഈ ബുദ്ധി ഉരിച്ചില്ലല്ലോ. എന്തിന് എന്റെ തലയിൽ പോലും ഈ ബുദ്ധി ഉരിച്ചില്ലല്ലോ? എന്തത്? അതൊന്നും നിങ്ങളുടെ കുഴപ്പമല്ല. കണ്ട ജന്തുക്കളെ കൊന്നു ബുദ്ധി മരവിച്ച് കാണും. ഇനി കുറച്ചാൽ ഈ മുരിങ്ങയ്ക്കയും സാമ്പാറും വെണ്ടയ്ക്കൊക്കെ കഴിച്ചു നോക്ക്, ചിലപ്പോ ബുദ്ധി തെളിയും. പറയാൻ പറ്റില്ലല്ലോ.
എന്നല്ല പറഞ്ഞത്, അത് ശരി. സ്വാമി, സ്വാമി, ദേ വന്നു. ഫയലടിക്കാനുള്ള സാധനങ്ങളും വന്നു, ആളുകളും വന്നു, പണിയും തുടങ്ങി. ജോസഫേ, സ്വാമി, കോളനിയുടെ അടിത്തറ ഇളകി തുടങ്ങിയടോ. ഇനിയാണ് ഈ കൃഷ്ണമൂർത്തിയെ കോളനിക്കാർ ശരിക്കും അറിയാൻ പോകുന്നത്. നിർത്താനല്ലേ പറഞ്ഞത്? ഈ ഭൂമിയിൽ ഇങ്ങനെ അടിക്കാനും ഇടിക്കാനൊന്നും പറ്റില്ല. തൊട്ടടുത്ത് 100ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന കോളനിയാണ്. ഇവിടെ ഇങ്ങനെ ഫയലടിക്കാൻ പറ്റില്ല. ഇവിടെ കോളനി ഉണ്ടെന്ന് വെച്ച് ഞങ്ങൾക്ക് കൺസ്ട്രക്ഷൻ നടത്തണ്ടേ? ഒരു കൺസ്ട്രക്ഷൻ നിർത്തണം. നിർത്താൻ പറയണം. കമ്പനി പറയാൻ നിർത്താൻ പറ്റില്ല. കമ്പനി താനെന്താണ് കാണിക്കുന്നത്? സ്വാമി കമ്പനിക്കാരുമായിട്ട് പോയി ബഹളമായി. അവരുടെ പണി നമ്മൾ തടയണമെന്ന്, അവിടെ പണി നടത്താൻ പാടില്ല എന്ന്. ആ സ്വാമിയെ വേഗം ഒതുക്കില്ലെങ്കിൽ പോലീസും പട്ടാളൊക്കെ കോളനിയിലേക്ക് വരും. ഞാനാരുമല്ല. എനിക്ക് ഈ കോളനിയില് സ്വന്തക്കാരും ബന്ധക്കാരും ആരുമില്ല. എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു അപകടം വരുമ്പോ ഞാൻ കൈ കെട്ടി നോക്കിക്കണോ? നിങ്ങൾക്കറിയില്ല, ഇവര് ഈ ഇടിക്കുന്ന ഓരോ ഇടിയും നമ്മുടെ കോളനിയിലെ കെട്ടിടങ്ങളുടെ അടുത്താണ് ഇറക്കുന്നത്. 10-50 കൊല്ലം പഴക്കമുള്ള കെട്ടിടങ്ങളാണ് ആ കോളനിയിലുള്ളത്. അടുത്ത ഭൂമിയിൽ ഫയലിംഗ് ഉണ്ടെന്ന് വെച്ച് പാതാളം വരെ എങ്ങനെ ഇടിച്ചു കുടിക്കാൻ ആ കെട്ടിടങ്ങൾ അത് താങ്ങില്ല, അത് ഇടിഞ്ഞു വീഴും. ഒടുവിൽ ഒരു രാത്രി വെളുക്കുന്നത് ഈ കോളനിയെ ശവപ്പറമ്പാക്കിയിട്ടായിരിക്കും. ഞാനീ പറയുന്നത് നുണയാണെങ്കിൽ അവര് പറയട്ടെ. ഫയലിംഗ് കൊണ്ട് ഇവിടുത്തെ കെട്ടിടങ്ങളുടെ അടിത്തറ ഇളകിയില്ലെന്ന് അവര് പറയട്ടെ. അവരോട് ചോദിക്കേ. അല്ല, നിർത്തി. കൃഷ്ണമൂർത്തിക്ക് 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 കൃഷ്ണമൂർത്തി റാവുത്തർക്ക് ജയ്. റാവുത്തർക്ക്